നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. ഇന്ന് കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സർക്കാർ നൽകിയ പല വാഗ്ദാനങ്ങളും പാലിക്കപ്പെടുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം എൻഡോസൾഫാൻ ദുരിതബാധിതരുണ്ട്. ഒപ്പം പീഡിത ജനകീയ മുന്നണിയുടെ നേതാക്കളുമുണ്ട്. ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ എൻഡോസൾഫാൻ ദുരിതബാധിതരുമൊപ്പം പീഡിത ജനകീയ മുന്നണിയുടെ ഭാരവാഹികളാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തായാലും ആദ്യം മുനീസ അമ്പലത്തിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. മുനീസ, നിലവിൽ എന്താണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഇപ്പോഴത്തെ അവസ്ഥ? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നിലവിൽ മരുന്ന് ലഭിക്കുന്നില്ല, വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നില്ല. ഇപ്പോൾ 2 വർഷത്തോളമായി സൗജന്യമായിട്ടുള്ള മരുന്ന് നിർത്തിവെച്ചിട്ട്, അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങളൊക്കെ ഏതാണ്ട് നിർത്തിവെച്ച നിലയിൽ തന്നെയാണ്. 2 വർഷമായി, ഇപ്പം ജനുവരി 8-ാം തീയതി വന്ന 2 വർഷമായി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സെല്ലിന്റെ യോഗം ചേർന്ന് മരുന്നും അതുപോലെ തന്നെ സൗജന്യ ആംബുലൻസും ഇതൊക്കെ നിർത്തലാക്കിയിട്ട് ഇപ്പോൾ എത്ര മാസം? എന്താണ് ഈ അധികൃതർ നിങ്ങളോട് വ്യക്തമാക്കുന്നത്? മരുന്നൊക്കെ നിർത്തിവെച്ചിട്ട് ഏതാണ്ട് 1.5 വർഷമായി. എന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ CM-നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലയിൽ സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ള മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് വന്നപ്പം അദ്ദേഹത്തെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവരുടെ നമ്മൾ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് അടിയന്തരമായി പരിഹരിക്കാം എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം DMOയെ വിളിച്ച് കാര്യം ചോദിച്ചപ്പോൾ DMO പറഞ്ഞു നിലവിൽ കടങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ സൗജന്യ മരുന്ന് ഇനി നൽകണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഓർഡറും നമുക്ക് വന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു DMOയോട്, ഞങ്ങളിവിടെ പ്രതിഷേധമായിട്ട് ഇരിക്കും വരെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങൾക്ക് മേലേന്ന് തീരുമാനം വന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ജില്ലാ കളക്ടറെ പോയിട്ട് കണ്ടിട്ടുണ്ട്, അദ്ദേഹവും കൈമലർത്തുന്നു. അപ്പം നമ്മൾ സെല്ലിയോഗം ചേർന്നാലല്ലേ നമുക്കത് പറയാൻ പറ്റൂ. സെല്ലിയോഗവും ചേരുന്നില്ല. അപ്പോൾ വലിയ തുക, ഇപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കുട്ടിക്ക് മെഡിസിൻ മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ 11,000 രൂപയോളം മാസത്തിൽ അതിന് വേണ്ടി വരും. കാരണം സൗജന്യ മരുന്ന് കിട്ടാത്തിടത്തോളം ഇവരെങ്ങനെയാണ് ചെയ്യുക? അവർ ഇനി എന്തൊക്കെ ഇതുണ്ടെങ്കിലും അവരവരുടെ മക്കൾ ജീവന് വേണ്ടി പെടയുമ്പോൾ അമ്മമാർ അനുഭവിക്കുന്ന വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ട് പോലും സുപ്രീം കോടതി ആ വിധിയുടെ ഒരു ലംഘനം നടത്തുകയാണ് ഭരണകൂടം. കേന്ദ്ര ഗവൺമെൻറ് എന്നായാലും NHM ഫണ്ട് നിർത്തിവെച്ചിട്ട് 2 വർഷത്തിലധികമായി. NHM ഫണ്ടും വരുന്നില്ല. അപ്പം ഞങ്ങൾ ഇനി ഇത് ആരോടാണ് പറയേണ്ടത് എന്നാണ് ഇപ്പം നമുക്ക് ചോദിക്കാനുള്ളത്. ഈ ചികിത്സ അതിപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്? ചികിത്സ നമുക്ക് മുമ്പൊക്കെ മംഗലാപുരം KMC ജ്യോതി, KMC അത്താവാർ, അങ്ങനെയുള്ള ഏനപ്പയ, അങ്ങനെ ഹോസ്പിറ്റലൊക്കെ മണിപ്പാൽ KMCയിലൊക്കെ തരുമായിരുന്നു. അതുപോലെ തന്നെ പരിയാരം, അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെ തരും. പക്ഷെ ഇപ്പോൾ അത്താവാറിൽ പല വിദഗ്ധ ചികിത്സയ്ക്കും നമുക്ക് അവിടെ ലഭ്യമാകുന്നില്ല. അവർ പറയുന്നത് തൊട്ടപ്പുറത്തുള്ള KMC ജ്യോതിയിൽ പോകാനാണ്. അവർ പറയുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഫണ്ട് തരാനുണ്ട്, ഞങ്ങൾക്ക് ഇനി സൗജന്യ ചികിത്സ തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സ എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ കേവലം സ്വപ്നമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആംബുലൻസിന്റെ സേവനം അത് നമ്മൾ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? അതിപ്പം അതർ പഞ്ചായത്തിന് ഇപ്പോഴും വാഹന സൗകര്യം വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പം 11 പഞ്ചായത്തിനകത്ത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും അത് ചെറിയ രീതിയിലാണെങ്കിലും അത് നടന്നു പോകുന്നുണ്ടെങ്കിലും അതും പലപ്പോഴും മുടക്കം വരാറുണ്ട്. എങ്കിലും അതർ പഞ്ചായത്തിന് ഇപ്പോഴും അവിടുത്തെ അവരും സർക്കാരിൻ്റെ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും അവർക്കും കൂടിയുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർക്കും അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കിഡ്നി പ്രശ്നമുള്ളവർ ഡയാലിസിസിനൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ വിളിച്ച് പറയുന്നു, അതർ പഞ്ചായത്തിലെ ആളുകളാണ് കൂടുതൽ വിളിക്കുന്നത്, ഞങ്ങൾക്ക് ആംബുലൻസ് സൗകര്യം ഇല്ല, ഞങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, ഞങ്ങൾക്ക് വണ്ടി വിളിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അവർ നമ്മളെ വിളിച്ച് പറയും. നമ്മളും നിസ്സഹായരാകുകയാണ്. ആരോടാണ് പറയേണ്ടത്? കളക്ടറോട് പറഞ്ഞു, ഡെപ്യൂട്ടി കളക്ടറോട് പറയുന്നു, DMOയോട് പറയുന്നു, CM-നെ അടക്കം നേരിട്ട് കഴിഞ്ഞ ഒക്ടോബറിൽ പോയി CM-നെ 3-4 അമ്മമാർ പോയി കണ്ടു. എന്നിട്ടും അവസ്ഥ ഇതാണെങ്കിൽ ഞങ്ങൾ ഇനി ആരോടാണ് പറയുന്നത്? നമ്മൾ വലിയൊരു സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തി. അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി ഒരുപാട് ഉറപ്പുകൾ നൽകിയിരുന്നു. ആ ഉറപ്പുകളിലും പാലിക്കപ്പെട്ടിട്ടുണ്ടോ? എന്താണ് നിലവിലൊരു അവസ്ഥ? ഉറപ്പുകൾ തന്നതിൽ തന്നെ നമ്മുടെ അടുത്ത് 511 പേരെ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. പിന്നീട് പറഞ്ഞത് ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ദുരിതബാധിതരുണ്ടെങ്കിൽ അവരിൽ ഒരാൾ പെടുകയും മറ്റുള്ളവർ പെടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് CM പറഞ്ഞതാണ്. അതൊരു ഓർഡറായി തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. അതുപോലെ തന്നെ ഈ 1905 പേരെയാണല്ലോ അധികം ഏറ്റവും ഒടുവിൽ നടന്ന ക്യാമ്പിൽ ഉൾപ്പെടുത്തി. അതിൽ ബാക്കിയുള്ളവരെ പരിശോധിച്ച് 1031 പേരെ പരിശോധിച്ച് അവരെ കൂടി
കൂടി ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല. അപ്പം പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ഈ ചികിത്സ തരും, ക്യാമ്പ് വീണ്ടും നടത്തും. അതുപോലെ തന്നെ ഹർത്താൽ മൂലം ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാതെ 17 കുറച്ച് 2 പഞ്ചായത്തിലെ, പ്രത്യേകിച്ച് മുളിയാർ പഞ്ചായത്തിലെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി വേറൊരു ക്യാമ്പ് വെച്ചിരുന്നു. അതിൽ ഏതാണ്ട് 200ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു വീണ്ടും. പക്ഷെ ആ ലിസ്റ്റ് പോലും ഇതുവരെ പുറത്തു വിടാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ മറുപടിയുമില്ല. ഈ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർ പലരും മരണപ്പെടുന്നു എന്ന വളരെ ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് നിലവിലെ ഇവരുടെ ഒരു രോഗാവസ്ഥയൊക്കെ ഉള്ളത്? പലപ്പോഴും പലരും ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ. ഇപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, KMCയിൽ സൗജന്യ ചികിത്സയൊന്നും, വിദഗ്ധ ചികിത്സ നമുക്ക് ലഭ്യമാകുന്നില്ല. നമുക്ക് പരിചയമുള്ള ഒരു എൻഡോസൾഫാൻ ദുരിതബാധിതയായിട്ടുള്ള ഒരു കുട്ടി ഇപ്പോൾ മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. ഈ നമ്മൾ ചികിത്സ ഈ സൗജന്യം വേണം എന്ന് പറഞ്ഞിങ്ങനെ യാചിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോഴേക്കും കുട്ടിയുടെ ജീവൻ നിലനിർത്തണ്ടേ? അതിന് ഇവരുടെ മുമ്പിൽ യാചിക്കുകയാണോ വേണ്ടത്, ഞങ്ങൾ കുട്ടിയുടെ ജീവൻ നിലനിർത്തുകയാണോ വേണ്ടതെന്നാണ് രക്ഷിതാക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരിപ്പോഴും സ്വകാര്യ ആശുപത്രികളെയും കാശ് കൊടുത്ത് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അവര് എത്രത്തോളം പ്രായോഗികമാണ്, എത്രത്തോളം ഒന്നാമത് തൊഴിലില്ല നമുക്ക് പല ദുരിതബാധിതരുടെ അമ്മമാർക്കും, അത്രയും വലിയ ബാധ്യത അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? ഇപ്പം തന്നെ മരുന്ന് നിർത്തിവെച്ചിട്ട് കുറേയായി. ഇപ്പം നമ്മളൊരു 10-30 ആളുകൾക്ക് നമ്മൾ ഒരുപാട് പേര്, നമ്മൾ വേറൊരു ബോംബെയിലുള്ളൊരു വ്യവസായിയോട് പറഞ്ഞിട്ട് ഒരു 10-30 ആളുകൾക്ക് സൗജന്യ മരുന്ന് താൽക്കാലികമായി കൊടുത്തു വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല, ഒരു ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുന്നിൽ മരുന്ന് ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവരെയും പരിഗണിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന് എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്നറിയില്ല, എങ്കിലും ഒരു മനസാക്ഷിയുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ തയ്യാറാവുന്നു. ഇപ്പം ഡയപ്പർ, കിടപ്പിലായ കുട്ടികൾക്ക് ഡയപ്പറൊക്കെ പൈസ കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഫ്രീ കിട്ടിക്കൊണ്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ ഒരിക്കലും പ്രായോഗികമല്ല. എത്രയാണ് ഒരു കുട്ടിക്ക് ഡയപ്പറൊക്കെ വേണ്ടി വരിക? അത് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പാക്ക് ഡയപ്പറിന് തന്നെ 600-700 രൂപയൊക്കെ വില വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു മാസത്തിൽ കൂടുതൽ, ഇപ്പോൾ അതിനകത്ത് തന്നെ ഒരു 10-20-30 ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം തന്നെ 2-3 ഡയപ്പറൊക്കെ ഉപയോഗിക്കുമ്പോൾ എത്ര പൈസയാണ് വരുന്നത്? ഇതൊക്കെ സൗജന്യമായി കൊടുത്തുകൊണ്ടിരുന്നത് നിർത്തിവെച്ചത് എന്താണ്? ഇത് എന്നാണ് ഇതൊക്കെ പുനഃസ്ഥാപിക്കുക? ഇതിനു വേണ്ടി ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായും വളരെ ഗൗരവമായ ഒരു ചോദ്യം തന്നെയാണ്. മുനിസ, എന്താണ് ഇപ്പോൾ നമ്മൾ ഈ എൻഡോസൾഫാൻ സെല്ല് യോഗം ചേർന്നിട്ട് 2 വർഷത്തിലധികമായിരിക്കും എന്നൊക്കെ പറയുന്നത്? ഇതൊക്കെ നമ്മൾ ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ അധികൃതരോടും ചോദിക്കുമ്പോൾ എന്താണ് അവർ നിങ്ങളോട് നൽകുന്ന മറുപടി? ജില്ലാ കളക്ടറെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അറിയിക്കുന്നുണ്ട്, മോളിലേക്ക് അറിയിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സെല്ലിൻ്റെ ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ 2 പ്രൈവറ്റ് സെക്രട്ടറിമാരെ നേരിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, ഒന്ന് മിനിസ്റ്ററെ ഞങ്ങൾക്ക് കാണാനുള്ളൊരു അവസരമെങ്കിലും, റിയാസ് മിനിസ്റ്ററെ ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയണം, അത് എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ വരാൻ തയ്യാറാണ്. പക്ഷെ എന്നിട്ടും ജില്ലയിൽ അദ്ദേഹം വന്നിട്ടും ഒന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് അവസരം പറയുന്നത്, അതായത് മന്ത്രി മുഹമ്മദ് റിയാസിനെ നേരിട്ട് കാണാൻ പോലും, എൻഡോസൾഫാൻ ദുരിതബാധിതരെ കാണാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണോ മിനിസ്റ്റർ പറയുന്നത്? തീർച്ചയായിട്ടും അതെ. ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് നമുക്കൊരിക്കലും വിളിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വിളിച്ചാൽ നേരിട്ട് ഫോൺ എടുക്കുന്ന ഒരു മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബിന്ദു മിനിസ്റ്ററാണ്. അവരെപ്പോഴും നമ്മൾ ഫോൺ ചെയ്താൽ എടുക്കാറുണ്ട്. അവരുടെ അടുത്ത് പ്രശ്നങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കാറുണ്ട്. പരിഹരിക്കുന്ന കാര്യം ഇപ്പം നമുക്ക് എങ്ങനെയാണെന്നറിയില്ല, അവർ കേൾക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ വിളിച്ചാൽ പോലും അവർ എടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. ഏത് സമയത്താണ് അവർ തന്നെയാണ് എടുക്കാറ്. പക്ഷെ മറ്റ് മിനിസ്റ്റേഴ്സ് നമുക്ക് അങ്ങനെ എല്ലാവരും നമ്മുടെ ഫോൺ എടുക്കണം എന്നല്ല, എങ്കിലും നമ്മൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് മിനിസ്റ്റർ ഉള്ളത്, ഞങ്ങൾക്കൊന്ന് കാണണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കണം. ഏതായാലും സെല്ലിയോഗം ചേരുന്നില്ലല്ലോ. അപ്പോൾ ഒരു തവണ പറഞ്ഞു കോഴിക്കോടുണ്ട്, അപ്പോൾ ഞങ്ങൾ വരാൻ റെഡിയാണ്. അപ്പോൾ പറഞ്ഞു, അല്ല പിന്നെ ജില്ലയിൽ വരുന്നുണ്ട്, കാസർഗോഡ് ജില്ലയിൽ ഇന്ന ദിവസം വരുന്നുണ്ട്. പക്ഷേ ആ വരുന്ന ദിവസം ഞങ്ങളെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പോയി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കേൾക്കേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും സെല്ലിന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഇതിനു മുമ്പ് റവന്യൂ മിനിസ്റ്റർ ആയിരുന്ന ചന്ദ്രശേഖരൻ നമ്മുടെ നാട്ടുകാരാണ്. പക്ഷെ അദ്ദേഹത്തെ നമ്മളെ കാണാൻ പറ്റുമായിരുന്നു. 2 മാസത്തിൽ ഒരിക്കൽ യോഗം ചേരുമായിരുന്നു. അതുമാത്രമല്ല, അത് യോഗം ചേർന്നില്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ പ്രളയമൊക്കെ കാരണം ഇടയ്ക്ക് ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾക്ക് പറയാൻ ഇടമില്ലാത്തൊരിടമായി എൻഡോസൾഫാൻ സെല്ല്, ഒരു കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന സെല്ലിന്റെ ഓഫീസ് ഏതാണ്ട് നിർജീവം തന്നെയാണ്. അവിടെ ഒരു ഫോൺ പോലും അറ്റൻഡ് ചെയ്യാറില്ല. അത് ബില്ലടക്കാനില്ല എന്നാണ് ഒരു തവണ ഒരു ഡെപ്യൂട്ടി കളക്ടർ ഞങ്ങളോട് പറഞ്ഞ, ടെലിഫോൺ ബില്ലടക്കാൻ പൈസ ഇല്ല. അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതാണോ എന്നാണ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായി എൻഡോസൾഫാൻ ദുരിതബാധിതരെ കേൾക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്നിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഇവരുടെ പല പ്രശ്നങ്ങളും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. വലിയ സമരം സെക്രട്ടേറിയറ്റിൽ നടത്തിയിട്ടും അതിൽ വലിയ ഉറപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയിട്ടും അതിനൊന്നും പരിഹാരം കാണാത്ത സാഹചര്യമാണ് നിലവിൽ ഇവരുടേതുള്ളത്. ഏതായാലും മുഹമ്മദ് റിയാസ് ഈ മുനീസിയുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ ഈ സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ളത്.
ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണമെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇതിന് അനുകൂലമായ ഒരു നടപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിലവിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി? 2 വർഷത്തോളമായി മരുന്നൊന്നും ഇതൊന്നും കിട്ടാത്തത്. അപ്പോൾ നാട്ടിൽ കൂലിപ്പണിയെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മരുന്നിനെല്ലാം അതാകുമ്പോൾ തെറാപ്പിക്കാൻ ഇപ്പോൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. തെറാപ്പിക്ക് വരാൻ മരുന്ന് ഡൈപ്പർ അത്യാവശ്യമായിട്ട് ഡൈപ്പറാണ് വേണ്ടത്, അത് കിട്ടുന്നില്ല. എന്താണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നത്? എന്താണ് ഇപ്പോൾ എങ്ങനെയാണെങ്കിലും സാമ്പത്തികമായിട്ടും വാങ്ങുന്ന പിന്നെ ഓക്ക് ഇട്ട് കൊടുക്കാതെ വെക്കാൻ പറ്റിയില്ല. എന്തായാലും അത് ഇങ്ങനെ ഇതാക്കിയിട്ട് വാങ്ങണം. എത്ര വയസ്സായി കുട്ടിക്ക്? എന്താണ് പ്രശ്നം? 13 വയസ്സായി, നടക്കുന്നില്ല. അപ്പോൾ നിലവിൽ എങ്ങനെയാണ് ഈ ചികിത്സയൊക്കെ നടക്കുന്നത്? ഇങ്ങനെ ഇതാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പണിയെടുത്തിട്ട് ബുദ്ധിമുട്ടിൽ തന്നെ കഴിയുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആവുന്നില്ല, പണിക്കൂലി നാട്ടിൽ പണിയെടുത്തിട്ടൊന്നും ആവുന്നില്ല. എന്താണ് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ? മരുന്നും പിന്നെ ചികിത്സ ഉള്ള ഇതെല്ലാം എന്തായാലും ഇതാക്കിയിട്ട് അടിയന്തരമായി ഇവർക്ക് മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം തന്നെയാണ് അമ്മമാർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കൂടുതൽ പേർ ചേരുന്നുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? 6000-ഓളം രൂപ ഒരു മാസം മരുന്നിന് ഇപ്പം വേണ്ടി വരുന്നുണ്ട് നിലവിൽ. ഇപ്പം അത് കിട്ടാണ്ടായിട്ട് 1.5 വർഷത്തിലധികമായി. മരുന്ന് കൊടുത്ത് 6 മാസം മുതൽ മരുന്ന് കൊടുത്ത് ഇപ്പോൾ ഒരു കൈ പിടിച്ച് നടക്കുന്ന അവസ്ഥയിലാക്കി അവനെ ഇനി മരുന്ന് കൊടുക്കാതെ വീണ്ടും പഴയ അവസ്ഥയിൽ പോകുമെന്നില്ല. ഉറക്കം നഷ്ടപ്പെട്ടിട്ടായില്ലത് ഞങ്ങൾക്ക്. പിന്നെ ചികിത്സ പല ആശുപത്രികളും ചികിത്സ നിർത്തി. ഞാനിപ്പോൾ ഇന്നലെ ചിത്രയിൽ കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിയതേ ഇല്ലു. അപ്പോൾ അവർ പുതിയൊരു മരുന്ന് തുടങ്ങാൻ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അതിന് ഒരു മാസം തന്നെ 10,000-ഓളം രൂപ വേണം. ഞാൻ പറഞ്ഞു എന്തായാലും തുടങ്ങാൻ, ഞങ്ങൾക്ക് ആവില്ല, സൗജന്യമായി കിട്ടുന്ന മരുന്ന് പോലും ഇപ്പോൾ കിട്ടുമെന്ന്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിയുള്ളത്. ഇനിയിപ്പോൾ ഓൻ കൈ പിടിച്ച് നടക്കുന്ന അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് പോകുമെന്ന് ചിന്തിച്ച് രാത്രിയിൽ ഉറക്കം പോലും പോയി. എത്ര പണം നിങ്ങൾക്ക് ഇപ്പോൾ ചിലവാകുന്നുണ്ട് ഈ ഇനത്തിൽ? ഇപ്പോൾ നമുക്ക് മരുന്നിന് മാത്രം 6000-ലധികം രൂപ വരുന്നുണ്ട്. പിന്നെ ഇവൻ ഡെയിലി അപസ്മാരം വരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ പലപ്പോഴും കയ്യിൽ നിന്ന് വീണിട്ട് അപ്പോൾ കൊണ്ടുപോകേണ്ടതും ഒബ്സർവേഷനിൽ വെക്കേണ്ടതും അങ്ങനെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് നല്ല ന്യൂട്രീഷനുള്ള ഭക്ഷണം കൊടുക്കണം. അതുപോലെ നമുക്ക് വലിയ ടാസ്ക്കാണ്. ഡയപ്പർ ഡെയിലി 2 എണ്ണം വേണം. ഇതെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത്രയും വലിയ ചെലവ്. ഇപ്പം കുറച്ച് മരുന്ന് ഒരു സംഘടന എത്തിച്ചു തരുന്നുണ്ട്, ബാക്കി ഞങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങുവാണ്. ഞങ്ങൾ രണ്ടാളിലും ആയിരിക്കും ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പം അടുത്ത കാലത്ത് ഹസ്ബൻഡിനും സുഖമില്ലാണ്ടായ ശേഷം ശരിക്കും ഈ ഒരു 3-4 മാസം എങ്ങനെ കടന്നുപോയി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് അമ്മമാർ ഇത്തരത്തിൽ പ്രയാസം നേരിടുന്നുണ്ട് എന്നാണ്. എന്താണ് ഇതിന് നിങ്ങൾക്കിപ്പോൾ അടിയന്തരമായി, നേരത്തെ മുനീസ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസോട് ഉൾപ്പെടെ സർക്കാരോട് എന്താണ് ഇപ്പോൾ അടിയന്തരമായി പറയാനുള്ളത്? ആദ്യകാലത്ത് കിട്ടിയതുപോലെ മരുന്ന് കൃത്യമായിട്ട് കിട്ടണം. പിന്നെ ചികിത്സ നേരത്തെ ഉണ്ടായ എല്ലാ ഹോസ്പിറ്റലുകളിലും ചികിത്സ പഴയ പോലെ കിട്ടണം. പിന്നെ വേണ്ടത് ഈ യാത്രാ സൗകര്യം. നേരത്തെ ഞങ്ങൾ ഇത്രയും ദൂരം പോയി വന്ന ട്രെയിൻ ടിക്കറ്റിൻ്റെ ചാർജ് വരെ പഞ്ചായത്തിൽ നിന്ന് തരുന്നുണ്ടായിരുന്നു. അതെല്ലാം നിന്നിട്ട് വർഷങ്ങളായി. ഇത്രയും ഈ ആംബുലൻസ് സൗകര്യം ഉൾപ്പെടെ പുനഃസ്ഥാപിക്കണം, സൗജന്യ മരുന്ന് വിതരണം, അതുപോലെ തന്നെ പ്രഥമ പരിഗണന നമുക്ക് ആരോഗ്യപരമായ പരിരക്ഷ, അതല്ലേ? അതെ, തീർച്ചയായും. ഈ ഒരു സ്ഥിതിയിൽ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവരെ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ, ഒരു നേരത്തെ മരുന്ന് പോയാൽ പോലും എൻ്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. മുനീസ, ഇപ്പോൾ ഇവർ പറയുന്ന വാക്കുകൾ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. അതായത് ചികിത്സ പോലും നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ മുനീസ ഇതിൽ പറയാനുള്ളത്? കാസർഗോഡ് ജില്ലയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു ആശുപത്രി വേണമെന്നുള്ളത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ മാത്രം ആവശ്യമില്ല, ഞങ്ങൾ മാത്രമല്ല ഇവിടെ രോഗാവസ്ഥയിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും കാസർഗോഡ് ജില്ലയിലെ ജനപ്രതിനിധികളോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ചത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ്. അത് ഇപ്പോൾ 5 MLA-മാരുണ്ട്, അതുപോലെ തന്നെ MP ഉണ്ട്, പഞ്ചായത്ത് തൊട്ട് എല്ലാ ആളുകളും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധികൾ സംസാരിക്കാത്തതാണോ അതോ കേൾക്കാത്തതാണോ എന്നുള്ളതിൻ്റെ മറുപടി പറയേണ്ടത് തീർച്ചയായിട്ടും അവർ തന്നെയാണ്. NHM ഫണ്ട് നിർത്തിയപ്പോൾ തന്നെ MP യോട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി.
ഉൾപ്പെടുത്തിയിരുന്നു. NHM ഫണ്ട് നിർത്തി അടിയന്തരമായി ഇടപെടണമെന്ന്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ MLA-മാരോട് പറയുന്നുണ്ട്. MLA എൻ്റെ മണ്ഡലത്തിലുള്ള MLA അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അത് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പം പറഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോലും വർഷം ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ അവർ നോക്കാൻ മറന്നുപോയതാണോ? ഇനി കൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടോ? ഞങ്ങൾ ഇനി ആരോടാണ് പറയേണ്ടതെന്ന് ഞങ്ങളോട് പറയേണ്ട ബാധ്യത ഞങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികൾക്കാണ്. എന്തായാലും എൻഡോസൾഫാൻ ദുരിതബാധിതരോട് കടുത്ത നീതി നിഷേധമാണ് തുടരുന്നത്. ഇതിന് ഒരു പരിഹാരം അടിയന്തരമായി കണ്ടെത്തുന്നതിന് ഏതായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ തുടരും. കൂടുതൽ പേർ നമ്മോടൊപ്പം ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ചേരുന്നു. ഇപ്പോൾ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതാവ് അമ്പലത്തറ കുഞ്ഞീഷനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കുഞ്ഞീഷേട്ട, നിലവിലെ ഒരു സാഹചര്യം എന്താണ്? എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ദുരിതങ്ങൾ കൂടി വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പ്രധാനമായും ചികിത്സ നിഷേധിക്കപ്പെടുന്നു. 2017 സുപ്രീം കോടതി വിധി അനുസരിച്ച് ആജീവനാന്ത ചികിത്സ കൊടുക്കണം. പക്ഷേ ചികിത്സ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മരുന്ന് പോലും നിലച്ചു കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടി മംഗലാപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലക്ഷക്കണക്കിന് രൂപ ഇപ്പം തന്നെ ചിലവായി. അതുപോലെ എല്ലാ ആളുകൾക്കും ചിലവാക്കാനില്ല. ഇതിനിടയിൽ കുറേ പേര് ചികിത്സ കിട്ടാതെ മരിക്കുകയും ചെയ്തു. അപ്പം വളരെ നമുക്ക് സങ്കടം തോന്നി. ഈ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നിശബ്ദത അങ്ങേയറ്റം കുറ്റകരമാണ്. കാരണം ഇവരെക്കുറിച്ചുള്ള ഒരു ആവലാതികളോ വേവലാതികളോ കേൾക്കാൻ വേണ്ടിയുള്ള സംവിധാനവും ഇന്നില്ല. സെല്ല് കൂടിയിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞു കാണും, 2 വർഷത്തിലേറെയായി. മന്ത്രി റിയാസാണ് അതിൻ്റെ ചെയർമാൻ പറഞ്ഞാൽ മാത്രമേ കളക്ടർ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതുണ്ടാവേണ്ടത്. ഈ അടുത്ത കാലത്ത് വലിയൊരു സമരം വേറൊരു എൻഡോസൾഫാൻ ദുരിതബാധിതരെ ഒഴിവാക്കിയതിൽ നടക്കുകയുണ്ടായി. ഒരു 1031 വരെ. നിയമസഭയിൽ മുഖ്യമന്ത്രി 1031 പേരുടെ കാര്യത്തിൽ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി അവർക്ക് സഹായം കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അതൊന്നും നടപ്പായിട്ടില്ല. ആ കൂട്ടത്തിലും കുറേ പേർ ഇപ്പം മരിച്ചു കഴിഞ്ഞു. പൊതുവെ പരിശോധിച്ചാൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരും ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. നിരവധി പ്രക്ഷോഭം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴുള്ള വലിയ ഉറപ്പുകൾ നൽകി. ഒരു ഉറപ്പും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ല, പലപ്പോഴും സമരഘട്ടങ്ങളിൽ സർക്കാർ ഉറപ്പുകൾ പാലിക്കാറുണ്ട്. പക്ഷെ പിന്നീട് അത് മെല്ലെ അവർ പ്രക്ഷോഭങ്ങളില്ലാത്തൊരു സമയം വരുമ്പോൾ അങ്ങേത്തലക്കിലേക്ക് പോവുകയാണ്. അതായത് നൽകിയ വാഗ്ദാനങ്ങൾ ഇപ്പോൾ പലതും ഇപ്പോൾ നടപ്പിലാക്കുന്നില്ല. തീർച്ചയായിട്ടും നടപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല, പല മുമ്പ് ഉണ്ടായിരുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ റേഷൻ കാർഡിനെ സംബന്ധിച്ച് എല്ലാവരും BPL മുൻഗണനയിലായിരുന്നു മുമ്പ്. പക്ഷെ പിന്നീടത് നിഷേധിച്ചു. ഈ അടുത്ത കാലത്ത് വീണ്ടും ചേർക്കുമെന്നുള്ള ഒരു പ്രസ്താവന വന്നതിലപ്പുറത്തേക്ക് അത് പോയിട്ടില്ല. അതുകൂടാതെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ക്യാമ്പുകൾ ഓരോ വർഷവും ക്യാമ്പ് വെക്കാം എന്നാണ് അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നമ്മോട് തീരുമാനിച്ചത്. പക്ഷേ 2015 ശേഷം ഒരു ക്യാമ്പ് നടന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ 2019 ഒരു മിനി ക്യാമ്പ് നടന്നുവെങ്കിലും അതിൻ്റെ റിസൾട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പം 2022 വീണ്ടും ക്യാമ്പ് വെക്കുന്നൊക്കെ പറഞ്ഞ് 20,000-ഓളം അപേക്ഷകർ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഈ നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ എത്ര പേരാണുള്ളത്? നമ്മൾ എന്താണ് ആവശ്യപ്പെട്ടിരുന്നത്? കൂടുതൽ പേരെ ചേർക്കണം എന്നാണോ? നമ്മൾ ആവശ്യപ്പെട്ടത് കൂടുതൽ പേരെ ചേർക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം ക്യാമ്പ് വെച്ച് ഇവിടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ പെടാനുള്ള അർഹതയുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്തി അവർക്ക് ചികിത്സയും സഹായവും ഒക്കെ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നതിന് മുമ്പ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചികിത്സ വേണ്ടി വന്നാൽ സൗജന്യ ചികിത്സ കൊടുക്കണം എന്നുള്ള ഒരു ഗവൺമെൻറ് തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ആ തീരുമാനവും ഇപ്പോൾ നടപ്പാക്കുന്നില്ല. നമുക്ക് എത്ര പേരാണ് ഇപ്പോൾ ഈ ലിസ്റ്റിലുള്ളത്? നിലവിൽ 6,728 പേരാണുള്ളത്. അതിൽ കുറേ പേര് മരിച്ചു കാണും. അതുപോലെ 1031 പേര് ഇപ്പം ഇതിനകത്ത് ചേർക്കാമെന്ന് പറഞ്ഞവരുണ്ട്. അതുകൂടാതെ ആയിരക്കണക്കിന് ദുരിതബാധിതരായ കുട്ടികൾ പുറത്തുണ്ട്. പക്ഷെ അതിനൊക്കെ അവരിപ്പം മാനദണ്ഡം വെക്കുന്നുണ്ട്. ആ മാനദണ്ഡം അപ്രായോഗികമാണ്, അശാസ്ത്രീയമാണ്. കാരണം 2011 ശേഷം ജനിക്കുന്ന കുട്ടികൾ ഇതിൽ പെടാൻ അർഹതയില്ല എന്നാണ് ഇപ്പം പറയുന്നത്. അതുകൂടാതെ 11 പഞ്ചായത്ത്
പഞ്ചായത്തുകളിൽപ്പെട്ടവരെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്താൻ ഇനി പോകുന്നത് എന്നുള്ള നിലയിലും അവരുടെ തീരുമാനം വന്നിട്ടുണ്ട്. അതും ശരിയല്ല. കാരണം നേരത്തെ ആദ്യം 2010 എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുമ്പോൾ 27 പഞ്ചായത്തുകളിലെയും 3 നഗരസഭകളിലെയും വിക്ടിംസ് അതിൽ പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ പുതിയ മാനദണ്ഡങ്ങൾ അർത്ഥമാക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് എൻഡോസൾഫാൻ ഈ ദുരിതബാധിതരുടെ പദ്ധതി ഒഴിവാക്കുക എന്നുള്ള ഏതോ തരത്തിൽ അവർ തീരുമാനിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 വർഷമായിട്ട് സെല്യോഗം ചേരാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. അപ്പോൾ അതൊക്കെ കൂട്ടിവായി, അതായത് ഈ സെല്ല് യോഗം ചേർന്നാൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ അതിൽ അവതരിപ്പിക്കാൻ പറ്റൂ, അതിലൊരു പരിഹാരം ഉണ്ടാകും. അതാണ് ഇപ്പോൾ നടക്കാത്തത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പരാതി പറയാനുള്ളൊരു വേദിയായിരുന്നു ഈ പറയുന്ന റെമഡിയേഷൻ സെല്ല് എന്ന് പറയുന്നത്. അതിനകത്ത് സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് അവിടെ പറയാം. പക്ഷേ ഇന്ന് പറയാനുള്ളൊരു വേദി ഇല്ല, ശരിക്കും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നിലവിൽ ഉള്ള റെമഡിയേഷൻ സെൽ വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വലിയ തോതിൽ കൊട്ടിഘോഷിച്ച ഒരു പദ്ധതിയാണ് എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം. ആ പദ്ധതി ഇപ്പോൾ എവിടെ എത്തി? എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമത്തെക്കുറിച്ച് ഞങ്ങൾ വെച്ചൊരു നിർദ്ദേശവും സങ്കല്പം ഉണ്ടായിരുന്നു. 100 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ആദ്യം ചെയ്യാനുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. പക്ഷേ പിന്നീട് അത് 100 വിക്ടിംസിനായി ചുരുക്കി. എന്നിട്ട് പോലും ഇപ്പം ബോവിക്കാനത്ത് മുളിയാർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലം തെറാപ്പി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. 2015 അന്നത്തെ സാമൂഹ്യ വകുപ്പ് മന്ത്രി മുനീർ ഈ കാര്യം തീരുമാനിക്കുന്നത്. പക്ഷേ പിന്നീടത് എന്തുകൊണ്ടോ അത് ഉദ്ഘാടനം ചെയ്യാൻ പോലും വർഷങ്ങളെടുത്തു. 57 കോടി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പറഞ്ഞത്. ഇപ്പം 5 കോടിയാണ് അവസാനം അതിനകത്തുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലും എഴഞ്ഞ് നീങ്ങിയാണ്. ഒരു ഘട്ടത്തിൽ ഇത് നടക്കാതെ വന്നപ്പോഴാണ് നമ്മൾ റീത്തൊക്കെ സമർപ്പിച്ചത്. ആ ഉദ്ഘാടന കല്ലിന് പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ എന്നിട്ടും പുനരധിവാസത്തെക്കുറിച്ചുള്ള അതിൻ്റെ അവർ പറഞ്ഞ കാര്യങ്ങൾ പോലും നീക്കാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. സൗജന്യ ചികിത്സ നിർത്തിവെച്ചിട്ടിപ്പോൾ മരുന്നാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. മരുന്ന് നിർത്തിവെച്ചിട്ടിപ്പോൾ ഏതാണ്ട് 1.5 വർഷത്തോളമായി. മരുന്ന് 4000 ചില്ലറ 5000 അടുത്ത് തന്നെ വേണം ഒരു മാസത്തേക്ക്. എൻ്റെ മോന് അപസ്മാരമുള്ള കുട്ടിയാണ്. അപ്പോൾ മരുന്നിന് വേണ്ടി ഞാൻ നീതി സ്റ്റോറിൽ പോയാലും അവർ പൈസ കൊടുക്കാണ്ട് മരുന്ന് തരൂല. ജില്ലാ ഹോസ്പിറ്റലിലും നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന മരുന്നായിരുന്നു. പിന്നെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന മരുന്നാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മോന്. പക്ഷെ അത് കണ്ടൻ്റെല്ലാം കുറവാണ്, അളവൊക്കെ കുറവാണ്. എങ്കിലും ഇപ്പോൾ ആ ഒരു നിലയിൽ ഞാൻ പോകുന്നുണ്ട്. കുട്ടിക്ക് മരുന്നെല്ലാം കൊടുത്തിട്ട്. അല്ലാണ്ട് ഇപ്പോൾ അത്രയും പൈസ കൊടുത്തിട്ട് മാസം തോറും വാങ്ങാനുള്ളൊരു നമുക്ക് പറ്റുന്നില്ല. നമുക്കിപ്പോൾ അടിയന്തരമായി എന്താണ് നമുക്കിപ്പോൾ അനുവദിച്ചു തരേണ്ടത്? മരുന്ന്, ചികിത്സ, ഇതൊക്കെ അടിയന്തരമായിട്ടും പെട്ടെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികളെല്ലാം ഒരുപാട് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു, ചികിത്സ കിട്ടാതെയും മരുന്നില്ലാതെയും. അപ്പോൾ അതൊന്നും നമ്മൾ എത്രയും വേഗം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാർക്കും കുട്ടികൾക്കും ഒരു ആശ്വാസമാവും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. എൻ്റെ കുട്ടി സ്ഥിരമായി മംഗലാപുരം ന്യൂറോ സർജനെ മുരളിതപ്പി കാണിക്കും KMCയിൽ. ഇപ്പോൾ ചികിത്സ നിഷേധിക്കപ്പെട്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം പെട്ടെന്ന് ഇനി ഒരു ഡോക്ടറെ മാറ്റാനുള്ളൊരു അവസ്ഥയിലല്ല എൻ്റെ കുട്ടി. അതുകൊണ്ട് അത് സ്ഥിരമായ ആ ഡോക്ടറെ തന്നെ കാണണം. പിന്നെ ചികിത്സ മരുന്നെല്ലാം നിശ്ചയിച്ച് വലിയൊരു വിഷമത്തിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ. വളരെ ഗൗരവമുള്ള മറ്റൊരു വിഷയം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഈ ജപ്തി നോട്ടീസ് പലർക്കും വരുന്നുണ്ട് എന്നതാണ്. ഒരിക്കലും എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ജപ്തി നോട്ടീസ് ഉണ്ടാകില്ല എന്നായിരുന്നു സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയത്. എന്താണ് കുഞ്ഞിഷേട്ട അതിൻ്റെ ഒരു അവസ്ഥ? ഇന്ന് രാവിലെ 2 പേര് വിളിച്ചു പറയുന്നു ജപ്തി നടപടികളുമായി ബാങ്ക് വന്നിരിക്കുകയാണ്. അവർ ഉറച്ച തീരുമാനമാണ് ഞങ്ങൾ ചെയ്യുമെന്നുള്ളത്. പക്ഷേ മറുഭാഗത്ത് പറയുന്ന ഒരു കാരണവശാലും ചെയ്യില്ല എന്നുള്ള നിലപാടും സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ ഇവർ ഭയപ്പാടിലാണ് ഇപ്പം ജീവിക്കുന്നത്. ഇപ്പം എൻമഗജയിൽ തന്നെ 10ഓളം പേര് എന്നെ സ്ഥിരമായി വിളിക്കുന്നുണ്ട് ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കഴിഞ്ഞ ദിവസം അവർ സമീപിച്ചപ്പോൾ അവരോടും പറയുന്നത്, ബാങ്ക് പറയുന്നു ഞങ്ങൾ ജപ്തി ചെയ്യും, അതേസമയത്ത് ഇവർ പറയുന്നു സർക്കാരിൻ്റെ സംവിധാനത്തിനകത്തുള്ള ഡെപ്യൂട്ടി കളക്ടർ അടക്കം പറയുന്നത് നടക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ ബാങ്കാണല്ലോ ഇതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ അവർ വളരെ ഭയത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വെള്ളൂർ പോലുള്ള സ്ഥലത്ത് മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്നു ജാനു നായിക് എന്ന് പറയുന്ന ഒരാൾ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല,
അതുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിന് ചില സാങ്കേതികത്വം മാത്രമാണ് നിലവിലുണ്ടായിരുന്നത്. മന്ത്രി റിയാസൊക്കെ പറഞ്ഞു അത് എന്തായാലും തള്ളാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാരെ കാണാനുള്ള ഒരു തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. അടുത്ത് തന്നെ അവർ അതിനുവേണ്ടി പോകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മെഡിക്കൽ കോളേജ് സംബന്ധിച്ചാണ്. ഒരു കോവിഡ് കാലത്ത് 13ഓളം ആളുകളാണ് വിദഗ്ധ ചികിത്സ കിട്ടാതെ മരണപ്പെടുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ടായത്. അപ്പോഴും ഈ മെഡിക്കൽ കോളേജ് എന്ന നമ്മുടെ ഏറ്റവും വലിയ നമ്മൾ ആഗ്രഹം അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്താണ് മെഡിക്കൽ കോളേജിൻ്റെ നിലവിലൊരു അവസ്ഥ? ഈ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനമായും മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് മെഡിക്കൽ കോളേജ് എന്നുള്ള നമ്മുടെ ആവശ്യം. പക്ഷേ 2013 തറക്കല്ലിട്ട് തുടങ്ങിയ മെഡിക്കൽ കോളേജ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചളിവാരി എറിഞ്ഞതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും നീങ്ങിയിട്ടില്ല. ഇപ്പം പണി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ഒരു തവണ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു എത്ര കാലം കൊണ്ട് തീർക്കും. അത് പറ്റില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം പറയുന്നത്. അതിൻ്റെ പണി നടക്കുന്നു, പക്ഷേ എപ്പം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് അവർക്ക് പോലും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അതിൻ്റെ പണികൾ എഴഞ്ഞു നീങ്ങുന്നത്. ഇപ്പോൾ അവിടെ ന്യൂറോളജിസ്റ്റ് നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ന്യൂറോളജിസ്റ്റ് പറയുന്നത് അവർക്ക് ഈ പരിശോധനക്കപ്പുറത്ത് മറ്റൊന്നും ചെയ്യാൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഇപ്പോഴും സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് കോവിഡ് കാലത്ത് നമുക്ക് ടാറ്റ തന്ന ഒരു ആശുപത്രി അനാഥമായി കിടക്കുകയാണ്. ഞങ്ങളെന്ന് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഒരു പ്രത്യേക പരിശോധനാ സംവിധാനം അവിടെ ഉണ്ടാക്കുക എന്നതായിരുന്നു. അതിന് സമ്മതിക്കുകയൊന്നും ചെയ്തിരുന്നു. പക്ഷെ അതും നടക്കുന്നില്ല. ജില്ലാ ആശുപത്രി പിന്നീട് ഉണ്ടാകുന്ന ജില്ലാ ആശുപത്രിയും നിലവിലെ ഈ ജില്ലാ ആശുപത്രി അതുപോലെ തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രി ഒരവസ്ഥ എന്താ? ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന ഒരു പരാതി വർഷങ്ങളായിട്ടുള്ളതാണ്. അത് പരിഹരിക്കപ്പെട്ടു? തീർച്ചയായും നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ന്യൂറോളജിസ്റ്റിൻ്റെ ആവശ്യമായിരുന്നു. അത് ജില്ലാ ആശുപത്രിയിൽ 1.5 വർഷമായി നിലവിലുണ്ട്. പക്ഷേ നല്ല ഡോക്ടറാണ്, പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിന് പരിഹാരം കാണാനുള്ള അതവിടെ ഇപ്പോഴും സംവിധാനമില്ല. 1 വർഷം കൊണ്ട് ആ സംവിധാനം പൂർത്തീകരിക്കുമെന്നായിരുന്നു 2 വർഷം മുമ്പ് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. പക്ഷെ അതിപ്പോഴും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് കാര്യക്ഷമതയോടെ നീങ്ങുന്നില്ല എന്നതാണ് വസ്തു. അതോടൊപ്പം ആശുപത്രികളുടെ ജീവനക്കാരുടെ ഡോക്ടർമാരുടെയൊക്കെ കുറവുകൾ നികത്താൻ ഇപ്പോഴും ആയിട്ടില്ല. പൊതുവിൽ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോഴും മെച്ചപ്പെട്ടു എന്ന് പറയാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാർച്ചയാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുമായി സെക്രട്ടേറിയറ്റിൽ നടന്ന ആ ഒരു വലിയ സമരം. അത് ദിവസങ്ങളോളം നീണ്ടുവന്നു. ഏറ്റവും അവസാനം ഉറപ്പ് നൽകി. ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് മുനീസി നേരത്തെ വ്യക്തമാക്കി. ഇനി എന്താണ് നമ്മുടെ ഇതിനുള്ള ഒരു പോംവഴി? ഇപ്പം ഇതിനകത്ത് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി നമുക്കുണ്ടായിരുന്നു. 2017 ജനുവരി 10 വന്നൊരു വിധി, ആ സുപ്രീം കോടതി വിധി. ആ വിധിക്കകത്ത് പറയുന്നത് ആജീവനാന്ത ചികിത്സ കൊടുക്കണം. അതുകൂടാതെ ഇവർക്ക് അന്ന് 5 ലക്ഷം കൊടുത്തിരുന്നില്ല, മുഴുവൻ പേർക്ക് 5 ലക്ഷം കൊടുക്കണം. അത് കേരള സർക്കാർ ആദ്യം ചെയ്യണം. ആ തുക മുഴുവൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈടാക്കണം എന്നാണ്. കമ്പനിയിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ ഈടാക്കണം എന്നാണ് 2017 കോടതി വിധി പറയുന്നത്. പക്ഷെ നമ്മുടെ സർക്കാർ ഇതുവരെ ആ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടില്ല. ആ വിധി നടപ്പാക്കുകയാണെങ്കിൽ തന്നെ കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരം കണ്ടെത്താൻ പറ്റും. സാമ്പത്തിക പ്രയാസങ്ങൾ, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റും. എന്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ഇത് അനുവദിക്കണം അല്ലെങ്കിൽ കമ്പനി അനുവദിക്കണം എന്ന് പറഞ്ഞ് കേരള സർക്കാർ പോകുന്നില്ല എന്നിടത്താണ് ഇതിനകത്തെന്തോ കളികൾ നടക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടത്. എന്തായാലും എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തരമായി സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണം. അതുതന്നെയാണ് ഓരോരുത്തരുടെയും വാക്കുകളിൽ നിന്നും ഇപ്പോൾ അവർ പറയുന്നതും. അത് ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.